ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒട്ടും വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ. വയ്യാത്ത ദിവസമായിട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്നല്ല, അതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതേ രാവിലെ ചോറും ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. കപ്പയാണ് കേട്ടോ, നമ്മൾ ഉണക്കക്കപ്പയാണ് രാവിലെ കഴിക്കാൻ. ഉണക്കക്കപ്പയും ചായയും നമ്മുടെ എല്ല് കറിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ കഷ്ണം കൂട്ടാത്തതുകൊണ്ട് എല്ലിൻ്റെ ചാറ് മാത്രമേ എടുത്ത് കഴിക്കുന്നുള്ളൂ കേട്ടോ. ഞാനങ്ങനെ കഷ്ണം കൂട്ടത്തില്ല. ബീഫാണെങ്കിലേ കൂട്ടുള്ളൂ. അത് ഞാൻ ഫ്രൈ ചെയ്തത് മാത്രമേ കൂട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. പിന്നെ ഇച്ചിരി ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ കറി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് വെച്ചേക്കുവാണ്. വെന്തോന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ എയർ പോയോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊന്നും ഒട്ടും പറ്റണില്ലായേ. പക്ഷേ ഇത് കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതെന്നാൽ എല്ല് മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചി ഇങ്ങനെ മേടിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് ഓർത്ത്. നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിപ്പോയി കേട്ടോ. പക്ഷേ വെന്തിട്ടില്ലായിരുന്നു. എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ട് ഗൈസ്, നന്നായിട്ട് പൊള്ളിപ്പോയി. കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. കാരണം തിളച്ച പൊടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. കൈ നന്നായിട്ട് പൊള്ളി. എന്നാലും ഞാൻ പിന്നെ നോക്കുകയാണ് കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ലായിരുന്നു. ഒന്നും കൂടെ എടുത്ത് അടച്ച് വെക്കാമെന്ന് ഓർത്ത് നോക്കി. പക്ഷെ വേറൊരു കഷ്ണം കൂടെ എടുത്ത് നോക്കണം എന്ന് ഓർത്ത് വേറൊരു കഷ്ണത്തെ നോക്കി കേട്ടോ. പക്ഷേ വേറൊരു കഷ്ണവും എടുത്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലായിരുന്നേ. ഇതിപ്പം മറ്റേ കഥയ്ക്കകത്ത് പറഞ്ഞ പോലെ ടേസ്റ്റ് നോക്കി ഇറച്ചി തീർന്നു പോകും തോന്നുന്നു. അപ്പോൾ ഞാനതെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ചീറ്റിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വട്ടം ചീറ്റിച്ചാലാണ് കേട്ടോ അത് ആവത്തുള്ളൂ. അപ്പോൾ എന്നാൽ അത് രണ്ടാമത്തെ വട്ടം ചീറ്റിക്കാൻ വെച്ചു. അതുകൊണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് വന്നായിരുന്നേ. അപ്പോൾ തുറന്ന് അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടിച്ചിട്ടുവാണേ. എനിക്കാണെങ്കിൽ ഇറച്ചി ഇങ്ങനെ കുരുമുളക് ഇട്ടിട്ട് ഒലത്തി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറി വെച്ചാലും ഞാൻ അത് കൂട്ട് കുറച്ച് കോരിയിട്ട് ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഒലത്തി എടുക്കാറുണ്ട്. അപ്പോൾ കുരുമുളക് ഇടിക്കുന്നതാണ് കേട്ടോ. അവിടെ വെച്ച് ഇടിച്ച് കഴിഞ്ഞാൽ ടൈല് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് അത് സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ടിട്ടിട്ട് കുടഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കിയ പോലെ, ഫ്രൈ ആക്കത്തില്ല, ജസ്റ്റ് ഒരു ഇതാക്കിയ പോലെ എടുക്കും കേട്ടോ. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഇളക്കി വെക്കുന്നുണ്ട്. പിന്നെ അവളെ കുളിപ്പിച്ച് ഒരുക്കി ഇരുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവൾ ഹൈദി കണ്ടുകൊണ്ടിരിക്കുവാണ്. ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചു കയറിപ്പോയി കേട്ടോ. ഇനിയിപ്പം പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടൊക്കെ അപ്പടി മാറി കേട്ടോ. അപ്പോൾ എന്നെ വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും. നമ്മുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്ന വയ്യെങ്കിലും. അപ്പോൾ മൊത്തം അങ്ങ് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അവൾ കയറിപ്പോയി. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം തൂത്ത് വാരണം, മുറ്റം അടിക്കണം, തുണി അലക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടുവിൻ്റെ വേദന അങ്ങ് മാറിയതായിരുന്നു. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റില്ലാത്ത പണികളാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുണ്ട്. പഠനമൊന്നും നടക്കുന്നില്ല. 2-3 ദിവസമായിട്ട് തൊട്ടുപോലും നോക്കുന്നില്ല. 29-ാം തീയതി എക്സാമാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എഴുതാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ എന്നാ പറയാൻ വേണ്ടി വന്നേ, ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ മറ്റേ നമ്മുടെ രേണു സുധിക്ക് ക്യാൻസറാണെന്നുള്ള വീഡിയോ ഇന്ന് രാവിലെ എടുത്തപ്പോഴും ഇങ്ങനെ കണ്ടു കേട്ടോ. ഞാൻ അന്നും ഇന്നും ആ ചേച്ചിനെ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും ഞാൻ ഒരിടത്ത് സംസാരിച്ചിട്ടില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ. എന്ത് വലിയൊരു അസുഖമല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ വരാവുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ഒരിക്കലും ശത്രുക്കൾക്ക് പോലും നമ്മളത് വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ്. എന്നിട്ടും ആ ആ ചേച്ചി എത്രയോ സൈബർ ബുള്ളിങ് ഒക്കെ ഏറ്റിട്ടും എത്രയോ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറേ പേരുടെയൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മൾ യൂട്യൂബിനകത്ത് എപ്പോഴും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഷോർട്സൊക്കെ എടുക്കുന്നുള്ളതുകൊണ്ടും ഓരോരോ ആൾക്കാർ ട്രോൾ ചെയ്യുന്നതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും എല്ലാം കണ്ട് ഇരിക്കുന്നതായതുകൊണ്ട് എനിക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ചെയ്തേക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്തല്ല അതിനെ പറയുന്നത്. കൂടുതൽ ആൾക്കാരും അതിനെ സപ്പോർട്ടില്ലാതെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയൊരു മാരകമായ രോഗത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ആ സ്ത്രീ ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് ഓർക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്താപം തോന്നുന്നില്ലേ? ഇപ്പോൾ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നണം. തോന്നിയില്ലെങ്കിൽ അവരൊരിക്കലും മനുഷ്യരല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ
ദൈവം നമുക്ക് എത്രയും ആയുസ്സെന്ന് നമുക്കറിയത്തില്ല നമുക്കിവിടെ ജീവിക്കാൻ തന്നേക്കുന്നത്. പണ്ട് കാലത്തെ മനുഷ്യരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു 90-95 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഒരു 55-60 വയസ്സോട് കൂടി തട്ടിപ്പോവുക. അപ്പം അതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയുടെയൊക്കെ കേട്ടോ. പണ്ടത്തെ കാലത്തെ കൂട്ട് ചേമ്പും ചേനയും എല്ലാം കഴിച്ച് മായമില്ലാത്ത ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ജീവിച്ച് വന്ന പഴയ ആൾക്കാരൊക്കെ ഇപ്പോൾ അത്രയും വയസ്സ് വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭക്ഷണ രീതിയുടെ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ വല്ലതും അറിയാമോ? ചേനയും ചേമ്പെന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ കഴിക്കും കേട്ടോ, എനിക്കിഷ്ടമാണ് കേട്ടോ ചേനയും ചേമ്പൊക്കെ. നമ്മൾ ചേട്ടായി ഒന്നും കഴിക്കത്തില്ല. അപ്പം അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം നമുക്ക് ഇത്രയും ഉള്ള ഒരു ഈ വളരെ ചുരുക്കമുള്ള ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ലെന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ള നമ്മുടെ ഈ ആയുസ്സിൽ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതമുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിതം ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ സന്തോഷിക്കട്ടെ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവരെ വെറുതെ വിട്ടേക്ക്. അവർ എന്തു കാണിച്ചോട്ടെ, അവർ തുണിയില്ലാണ്ടോ ഡ്രസ്സില്ലാണ്ടോ എങ്ങനെയും അവർ ജീവിച്ചോട്ടെ. ഒന്നിലേലും ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒത്തിരി ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി ആൾക്കാർ കെട്ട സ്ത്രീകളായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതും നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ ഈ ഇതിനകത്തൂടെ എല്ലാം കയറി വരുമല്ലോ. അതിനു വേണ്ടി തന്നെ ജീവിക്കുന്ന ആൾക്കാർ, അതായത് മറ്റു പരിപാടി ചെയ്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ ആണെങ്കിലും പറയാനുള്ള സമൂഹത്തിൻ്റെ മുന്നിൽ പേരും അന്തസ്സും വേണമെങ്കിൽ അതിൻ്റേതായ അന്തസ്സുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുക. ഇപ്പോൾ ഒരു കാലില്ലാത്തവർ ഒരു കൈയില്ലാത്തവർ വരെ നല്ല അന്തസ്സായിട്ടുള്ള ജോലി ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയുള്ള തൊഴിൽ മാത്രം ചെയ്താലേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാം, കൂലിപ്പണി എടുത്ത് ജീവിക്കാം. എന്നാ പറയുക, വല്ല ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ വല്ല കടകളിൽ പോവുക, അല്ലെങ്കിൽ വല്ല വീടുകളിൽ ഹോം നേഴ്സായിട്ട് പോവുക. എങ്ങനെയാണ് ജീവിക്കാൻ മേലാത്ത പല പല വഴിക്ക് ജീവിക്കുക. അതുപോലെ തന്നെ ആണുങ്ങൾക്കാണെങ്കിലും വണ്ടി ഓടിക്കാൻ പോകാം, വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പം ഞാൻ അറിയത്തില്ലാത്തവർക്ക് തന്നെ എത്രയോ ആൾക്കാർ തുണിക്കടകളിലുണ്ട്, ബോയ്സ്. എത്രയോ ആൾക്കാർ പെട്രോൾ പമ്പിലുണ്ട്. അങ്ങനെ ഒത്തിരി ജോലി സാധ്യതാ മേഖലകൾ നമുക്കിവിടെ നമ്മുടെ കേരളത്തിൽ തുറന്ന് കിടക്കുമ്പോഴത്തേനുമാണ് ഇത് കൂട്ട് മറ്റേ പരിപാടിക്ക് പോകുന്നത്. പക്ഷെ പോകുന്നത് അത് അവരുടെ ഇഷ്ടം കേട്ടോ. നമ്മളതിൻ്റെ അകത്തൊന്നും ഇടപെടാൻ ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ആരെയും നമ്മളായിട്ട് ദ്രോഹിക്കാതിരിക്കുക. എന്നാ പറയാം, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഒരു നേരത്തെ അവരുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ചിലവ് നോക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ ഈ ശല്യം ചെയ്യുന്നത്? കണ്ടൻറ്റിന് വേണ്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലാണ് കൂടുതലും പീഡനങ്ങളും കൂടുതൽ. അതിൻ്റെ കാരണം നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. കാരണം അവരുടെ വസ്ത്രരീതിയാണ് അതിലേക്ക് കൂടുതൽ നയിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പം കോല തുണി വെട്ടി വെച്ചാലും അതിന് പുറകെ പോകുന്ന സമൂഹമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. അപ്പം ഈ തുണി അഴിച്ച് കാണിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് ഈ സെക്സ് തോന്നുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരെ പീഡിപ്പിക്കുന്നതോ അവരെന്ത് കാണിച്ചിട്ടാണ്? അവരണിഞ്ഞൊരുങ്ങി നടന്നിട്ടാണ്, അല്ല അവരെല്ലാം കാണിച്ചുകൊണ്ട് നടന്നിട്ടാണ് കുഞ്ഞു പിള്ളേരെ പീഡിപ്പിച്ചു കൊല്ലുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു കാരണമേ അല്ല. ഇതൊന്നും ഒരു കാരണമില്ല. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ സ്വഭാവമാണ്, സ്വഭാവ വൈകൃതമാണ് അതെല്ലാം. അപ്പം നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഈ പറഞ്ഞ പോലെ രേണു സുധി, ഞാൻ ആദ്യം തൊട്ടേ ആ ചേച്ചിയുടെ വീഡിയോ കാണുന്നതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്താട്ടോ. പിന്നെ ഇങ്ങനെ ഒരു മാരകമായ അസുഖമെന്ന് കേട്ടപ്പം ഒത്തിരി വിഷമം തോന്നി കേട്ടോ. ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൈവമേ ഒന്നും വരത്തില്ലെന്ന്. കാരണം നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് ഓർത്ത് നോക്കിക്കുക, പുള്ളിക്കാർക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ഇപ്പം തന്നെ കിട്ടിക്കാണുമായിരിക്കും. അപ്പം അതിന് ഇനിയും മുന്നോട്ട് ഒരു പക്ഷേ അതിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും അതങ്ങനെ കുറച്ചൊക്കെ വൾഗറായിട്ടൊക്കെ വന്നത്, നമ്മുടെ മുന്നിലൊക്കെ വന്നത് അങ്ങനെ ആയിരിക്കാം. എന്നായാലും ദൈവം ഒന്നല്ലെങ്കിൽ ഹസ്ബൻഡ് പോലും ഇല്ലല്ലോ. അപ്പം നമ്മളെല്ലാം ഓർക്കണം, അവരേത് രീതിയിലാണ് ഏത് സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. അപ്പം അത്രേ പറയാനുള്ളൂ. ഇത് ഈ വീഡിയോയുടെ ഇടയ്ക്കൊന്ന് പറയണമെന്ന് തോന്നി. കാരണം 2-3 ദിവസമായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കുന്നതേ ആ ചേച്ചിയുടെ ഫേസും ആ ചേച്ചിയുടെ വീഡിയോസുമാണ് കയറി വരുന്നത്. അപ്പം പറയാതിരിക്കാൻ തോന്നിയില്ല. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ചാനലുള്ളപ്പോൾ നമുക്ക് ചാനലിൽ കൂടെ ഒന്ന് പറയാമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയാനാണ് കേട്ടോ. അപ്പം
എന്നാ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ഞാൻ തൂത്ത് വരാനൊക്കെ പോവുകയാണേ. ഗായ്സ്, നമ്മൾ ഇവിടെ എല്ലാം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് തൂത്ത് വൃത്തിയാക്കണം. എന്നിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ആവി പിടിച്ച പുട്ടുകുടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്തിട്ടിട്ട് ഞാനിപ്പോൾ ട്രൈപ്പോഡൊന്നും എടുക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് വയ്യ. പിന്നെ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പോലെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ കിടക്കാറില്ല കേട്ടോ. അങ്ങനെ എൻ്റെ പണിയൊക്കെ കുറേശ്ശേ എന്ന് പറഞ്ഞ പോലെ തീർത്തിട്ടൊക്കെ ഞാൻ കിടക്കാറുള്ളൂ. അല്ലാണ്ടൊന്നും ഞാൻ കിടക്കാറില്ല കേട്ടോ. കാരണം വീട്ടിൽ ഇരിക്കുന്ന ഞാനല്ലേ. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഞാൻ എന്നാ പറ്റിയില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഉള്ളപ്പോൾ പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നടുവിന് ഇനിയിപ്പം മിസ്റ്റേക്ക് ഇനിയിപ്പം വരുമായിരിക്കും. കാരണം ഇനിയിപ്പം റെസ്റ്റ് ഇല്ലല്ലോ. ഇന്നലെ ഒരു ദിവസം ഫുള്ള് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ റെസ്റ്റ് ഇല്ലാണ്ട് രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണെന്ന് വേണേൽ പറയാം. ഇന്നലെ രാത്രി വന്നപ്പോൾ കപ്പ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കപ്പ വേവിച്ച്, പിന്നെ എന്നതാ എല്ല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ല് കറി വെച്ച്. അപ്പോൾ ഞാൻ ഇതൊന്ന് തൂക്കട്ടെ കേട്ടോ. തൂത്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഇത് ഗായ്സ് വാഷ് ബേസൊക്കെ കഴുകി ഇത് അവിടെയൊക്കെ തൂത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെയും തൂത്തിട്ടു. നമ്മൾക്ക് ഇറച്ചി കറി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി ഞാൻ ഉലത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ല് കറിയാണ് കേട്ടോ, അതും ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇന്നിവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തൂത്ത് വരാനുണ്ട്, തൂത്ത് വരട്ടെ. അപ്പോൾ ഇത് ഗായ്സ് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് ഷീറ്റൊക്കെ അലക്കിയിട്ട് ചേട്ടൻ്റെ ഷർട്ടൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണ ശരീരം സൂക്ഷിക്കണം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി ഗൈസ്. കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എത്ര പനിയാണേലും എത്ര ജലദോഷമാണേലും ഞാൻ എണ്ണ വെച്ച് കുളിക്കും കേട്ടോ. കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അല്ലെങ്കിൽ തലവേദന കൂടും. ഞാൻ പുട്ടുകൂടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവി പിടിച്ചിട്ട് കുളിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആവി പിടിക്കട്ടെ കേട്ടോ. ആവി പിടിച്ചിട്ട് കുളിക്കാൻ കയറാം. ഓക്കെ. അയ്യോ ഭയങ്കര ചൂട്. അയ്യോ. അതെ ഗൈസ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 11:00 കൂടി എൻ്റെ പണിയൊക്കെ തീരും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് പറ്റിയില്ലാത്തതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിലും ഈ ഒരു സമയത്തോടു കൂടി ഏകദേശം എൻ്റെ പണിയൊക്കെ തീരും കേട്ടോ. നല്ല വെയിലാണ്. തല നനച്ച് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് തുമ്മലും കൂടെ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. റണ്ണിങ് ന്യൂസ് ആയിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ആവി പിടിച്ചിട്ട് കയറിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ബെഡ്ഷീറ്റൊക്കെ അലക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വിരിക്കണം. ഇനിയിപ്പോൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ അലമാരിയിൽ നിന്ന് എടുത്തൊന്ന് വിരിക്കണം. ഇങ്ങോട്ട് കയറി കിടക്കണം. ഇന്നിപ്പോൾ ഫുള്ള് റെസ്റ്റാട്ടോ. കൊച്ചിനെ വിട്ടതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവൾക്ക് ഈ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഞാൻ വന്നതേ മരുന്ന് കൊടുത്തായിരുന്നേ. അതുകൊണ്ട് അവൾക്ക് വിഷയമൊന്നുമില്ല. ഇനി അവൾക്ക് വരാതെ നോക്കണമെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ എന്നാൽ വിട്ടേക്കാമെന്ന് ഓർത്തങ്ങ് വിട്ടത്. ഇവിടെ ഇരുത്തി നോക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം റെസ്റ്റ് എടുത്തിപ്പിച്ചിട്ട് വിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കൂടെ കൂടിയെങ്കിലോ എന്ന് ഓർത്താൽ ഞാൻ പിന്നെ. കാരണം എൻ്റെ ചൂട്ടിൽ നിന്ന് മാറിയല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയെന്നും വിളിച്ചുകൊണ്ട് നടക്കും. അതെല്ലാ പിള്ളേരും അങ്ങനെയാണല്ലോ അല്ലേ. ഞാൻ അലമാരിയിൽ നിന്ന് തുണി എടുക്കാൻ വേണ്ടി കുനിഞ്ഞിരുന്നതാട്ടോ. അയ്യോ, നടുവൊക്കെ പോയി കിടക്കുക, മൊത്തത്തിൽ പോയി കിടക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വാതിലടച്ചൊക്കെ ഇച്ചിരി നേരം കിടക്കാം. മഴ പെയ്യലായിരിക്കുമെന്ന് വിചാരിച്ച് വാതിലടയ്ക്കാൻ പോവുക. എന്നാൽ റോഡ് സൈഡ് ആയതുകൊണ്ടേ വാതിൽ എപ്പോഴും അടച്ചിട്ടായിരിക്കുമല്ലേ. ഇതടയ്ക്കാനും പാടാം. അയ്യോ, അടച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുവാണേ.